ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പെലായോയും എലിസന്റെയും. ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പെലായോ ആൻഡ് എലിസന്താസ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ് ദി ഓൾഡ് മാൻ. അതായത് ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനോടുള്ള പെലായോയുടെയും എലിസന്തയുടെയും സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അപ്രോച്ച് എങ്ങനെയാണ്, ഇത് തമ്മിലുള്ള ഭിന്നതയും അതേപോലെ തന്നെ ഒരുമയെ പറ്റിയിട്ടുമാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പെലായോ ആൻഡ് എലിസന്താസ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ് ദി ഓൾഡ് മാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതിൻ്റെ ഉത്തരം ഏത് രീതിയിൽ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പെലായോ ആൻഡ് എലിസന്താസ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് ദി ഓൾഡ് മാൻ എന്നാണ്. അതായത് അപ്പം നമ്മൾ പെലായോയുടെയും എലിസന്തയുടെയും ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനോടുള്ള അപ്രോച്ച്, കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചിന്താഗതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്, അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഒരേപോലെ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ ആണ്. സോ വീട്ടിലോട്ട് കിടക്കാം. പെലായോ ആൻഡ് എലിസന്ത റിയാക്ട് വെരി ഡിഫറെൻ്റ്ലി ടു ദ ഓൾഡ് മാൻ വിത്ത് വിങ്സ്. അതായത് പെലായോയും എലിസന്തയും രണ്ടുപേരും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇനീഷ്യലി പെലായോ ഷോസ് ബേസിക് കൈൻഡ്നസ് ബൈ മൂവിങ് ദി വീക്ക് ഓൾഡ് മാൻ ടു ദ ചിക്കൻ കൂപ്പ് ആൻഡ് ഗിവിങ് ഹിം ഫുഡ് ആൻഡ് വാട്ടർ. പെലായോ ആദ്യം എന്താണ്, അല്പം കരുണയൊക്കെ തോന്നിയിട്ട് ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ ചിക്കൻ കൂപ്പിലേക്ക്, എന്താണ് ചിക്കൻ കൂപ്പൺ, കൂപ്പണല്ല കൂപ്പ്, കോഴിക്കോട്, ആൻഡ് ഗിവിങ് ഹിം ഫുഡ് ആൻഡ് വാട്ടർ. അതായത് ഈ ഒരു നമ്മുടെ പെലായോ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ കണ്ടുകൊണ്ട്, വളരെ അവശനായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ കണ്ടതുകൊണ്ട് പെലായോ എന്ത് ചെയ്യുകയാണ്, അല്പം കരുണ തോന്നിയിട്ട് ആ വ്യക്തിയെ കോഴിക്കോട്ടിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഹി ഫീൽസ് കൺഫ്യൂസ്ഡ് ബട്ട് സംവാട്ട് സിമ്പത്തറ്റിക്. ആദ്യം ഈ ഒരു വൃദ്ധനായിട്ടുള്ള വ്യക്തിയെ കണ്ടപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ചിറകൊക്കെയുള്ള ഒരു മനുഷ്യനാണ്, എന്താണിത്, എന്താണ് സംഭവം എന്നറിയാത്തത് കൊണ്ട് ആദ്യം ഒന്ന് കൺഫ്യൂസ് ആയെങ്കിലും അല്പം സിമ്പതിയോട് കൂടിയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. എലിസന്ത ഹൗവെവർ ഇമ്മീഡിയറ്റ്ലി സീസ് ദ ഓൾഡ് മാൻ ആസ് എ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി. എന്നാൽ എലിസന്ത നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. അതായത് ഈ വ്യക്തിയെ വെച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാണ് എലിസന്ത ചിന്തിച്ചത്. While Pelayo remains uncertain, Elisanda takes charge, deciding to charge admission for visitors. അതായത് പെലായോ ഈ ഒരു വ്യക്തി ഇനി എന്താണ് ചെയ്യുക, എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു ഫ്രീസായിട്ട് നിൽക്കുന്ന സമയത്ത് എലിസന്ത ഉടനടി തന്നെ തീരുമാനിക്കുകയാണ്. അതായത് ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ കാണാൻ വരുന്ന എല്ലാവരിടത്തു നിന്നും പൈസ വാങ്ങണം, എൻട്രി ഫീ വാങ്ങണം, അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്, എന്നിട്ട് അതിനനുസരിച്ചിട്ട് എലിസന്ത പ്രവർത്തിക്കുകയും കൂടി ചെയ്തു. Pelayo demonstrates occasional guilt about exploiting the old man, but he lacks the courage to oppose Elisanda. പെലായൊക്കെ എന്തുണ്ട്, അല്പം കുറ്റബോധവും അല്പം സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത്, നാട്ടുകാരെല്ലാവരും ഇങ്ങനെ കല്ലൊക്കെ എടുത്തെറിയാണ്, അദ്ദേഹത്തിന് പ്രായം നന്നേയുണ്ട്, അവശനാണ്, ഇതൊക്കെ ചിന്തിച്ചിട്ട് പെലായൊക്കെ അല്പം കുറ്റബോധമൊക്കെ ഉണ്ട്. ബട്ട് ഹി ലാക്സ് ദ കറേജ് ടു ഒപ്പോസ് എലിസന്ത. എന്നാൽ എലിസന്തയോട് നീ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റാണ്, ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള കറേജ് ആർക്കില്ല, പെലായോക്ക് ഇല്ല. In contrast, Elisanda shows no pity. She complains about the mess and only cares about profits. അതായത് എലിസന്ത ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ പറ്റിയിട്ടോ ഒന്നും ചിന്തിച്ചിട്ടില്ല. എലിസന്ത എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, ലാഭത്തെ പറ്റി മാത്രമാണ്. By the end, Pelayo seems relieved yet thoughtful when the old man flies away, while Elisanda just calls him an annoying old man. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. By the end, ഈ ഒരു കഥയുടെ അവസാനം പെലായോ സീംസ് റിലീവ്ഡ് യെറ്റ് തോട്ട്ഫുൾ വെൻ ദ ഓൾഡ് മാൻ ഫ്ലൈസ് അവേ. അതായത് ഈ ഒരു കഥയുടെ അവസാനം നമ്മളെ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ തൻ്റെ ശക്തി വീണ്ടെടുത്ത് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പെലായോക്ക് ആശ്വാസമായി. കാരണം ആ വ്യക്തി ഇവിടെ വെച്ച് മരിച്ചൊന്നുമില്ലല്ലോ, എന്തായാലും പറന്നു പോയല്ലോ, ഇനി ആ വ്യക്തി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ, ഇനി സമാധാനമായി എന്ന് കരുതിയിരിക്കുകയാണ് പെലായോ. വൈൽ എലിസന്ത ജസ്റ്റ് കോൾസ് ഹിം ആൻ അനോയിങ് ഓൾഡ് മാൻ. എന്നാൽ എലിസന്ത എന്താണ് ചെയ്തത്, ആ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ അതങ്ങ് ഒഴിഞ്ഞു പോയല്ലോ എന്നാണ് എലിസന്ത ചിന്തിക്കുന്നത്.
The key difference is that Pelayo retains some humanity but is weak-willed, whereas Elisenda represents pure practicality and greed without compassion. അതായത് എന്താണ് പറയുന്നത്, പെലായൊക്കെ അല്പം എന്താണ് ഒരു മനസ്സലിവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് പറയാനുള്ള ഒരു ഗട്സ്, അത് പറയാനുള്ള ഒരു കറേജ് ആർക്കില്ലാതെ പോകുന്നു? പെലായൊക്കെ, അതായത് ഈ തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു കറേജ് ആർക്കില്ലാതെ പോകുന്നു? പെലായൊക്കെ ഇല്ലാതെ പോകുന്നു. എന്നാൽ എലിസന്ത എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എലിസന്ത അത്യാഗ്രഹത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, നമ്മൾ പൈസ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എലിസന്തക്ക് വരുന്നത്. സോ ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ, ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ വരും, ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ.